ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിങ്കുറിഞ്ഞി എന്ന ആയുർവേദ സസ്യത്തെക്കുറിച്ചാണ്. ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് വാതസംബന്ധമായ രോഗങ്ങൾക്കാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. നീലഗിരി, ശബരിമല എന്നിവിടങ്ങളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. മലയാളത്തിൽ കരിങ്കുറിഞ്ഞി എന്നും സഹചര എന്നാണ് സംസ്കൃതത്തിൽ ഇതിന് പറയുന്ന പേര്. സഹചര എന്നാൽ കൂടെ സഞ്ചരിക്കുക എന്നതാണ്. വാതരോഗങ്ങൾക്കാണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. കർക്കിടകക്കഞ്ഞിക്ക് ഇത് പ്രധാനമായ മരുന്നാണ്. ഇത് ഉഷ്ണവീര്യമുള്ള ചെടിയാണ്. ഇതിന് ധാരാളം വൈറ്റമിനുകൾ ഉണ്ട്. രക്തവാതത്തിനും മഞ്ഞപ്പിത്തത്തിനും ത്വക്ക് രോഗങ്ങൾക്കും പല്ലുവേദനയ്ക്കും ഇത് ഉപയോഗിച്ചു വരുന്നു. ഗർഭാശയത്തിന് ബലം കൊടുക്കുന്നു. കരിങ്കുറിഞ്ഞി ഇല വേവിച്ച് കിഴി വെക്കുന്നത് വേദനയ്ക്ക് പ്രധാനമായും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വീട്ടിൽ ഒരു കഷ്ണമെങ്കിലും നനച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും വേദനകളോ എവിടെയെങ്കിലും നീർക്കെട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ആശ്വാസം കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് പിടിപ്പിക്കണം. ഇതൊരു നല്ലൊരു ഔഷധച്ചെടി തന്നെയാണ്. കാണാനും നല്ല ഭംഗിയാണ്. മഴക്കാലത്ത് ഇതിനൊരു പ്രത്യേക ഭംഗിയായി കാണാം. ഇതിപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ അതിരിൽ നിന്നും പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ്. ഇതിന് മഴക്കാലത്ത് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ഇത് തണലിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകുമെന്ന് കരുതി ഞാനിവിടെ കൊടുന്ന് കുഴിച്ചിട്ടതാണ്. പിന്നെ ഇത് ഔഷധച്ചെടിയുമാണല്ലോ, അപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണല്ലോ. ഇതിൻ്റെ തണ്ടെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മുട്ടുവേദനകൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഞാനിതെങ്ങനെ തണ്ടെടുത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ തണ്ട് മാത്രം എടുത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. 4 തണ്ടാണ് ഇത്. ഇതിൽ ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 കപ്പ് വെള്ളമാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് 1/2 കപ്പാക്കി വറ്റിക്കണം. എന്നിട്ട് നമുക്കിത് കുടിക്കാം. കാൽമുട്ട് വേദനയ്ക്കും തണ്ടൽ വേദനയ്ക്കും എല്ലാം വളരെ ഫലപ്രദമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയും വേണം. ഇപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ചു 1 കപ്പ് 1/2 കപ്പാക്കിയിരിക്കുന്നു. ഇനി നമുക്കിത് കുടിക്കാം. ഇപ്പോൾ എല്ലാവരും ഇത് വെച്ച് പിടിപ്പിച്ച് ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുക. നല്ലതാണ്. ഓക്കെ, ബൈ.